തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശ്വരൻ്റെ സന്നിധിയിൽ പോലും അഹംഭാവത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ട്. മറ്റുള്ളവരോടുള്ള അവരുടെ പെരുമാറ്റവും സംഭാഷണവും അവരുടെ ഗരിമ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാവും. പുച്ഛം അവരുടെ വാക്കിലും നീക്കത്തിലും എല്ലാം തുടിച്ചു നിൽക്കും. ഇങ്ങനെയുള്ളവരെ വെളിവാക്കുന്ന ഒരു ദൃഷ്ടാന്ത കഥ യേശു പ്രസ്താവിച്ചു. 2 പേർ പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിലെത്തി. ഒരുവൻ പരീശൻ, മറ്റേയാൾ ചുങ്കക്കാരൻ. പരീശൻ ദൈവസമക്ഷം തൻ്റെ മേന്മകളും നേട്ടങ്ങളും ഓരോന്നായി നിരത്തി. സന്മാർഗനിഷ്ഠ, പ്രാർത്ഥന അനുഭവം, ദശാംശദാനം എന്നിങ്ങനെ എല്ലാം വർണ്ണിച്ചു വിശദമായി അവതരിപ്പിച്ചു. അടുത്തു നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലാത്തവൻ എന്നതിൽ സ്വയം കൃതാർത്ഥത കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ചുങ്കക്കാരനാകട്ടെ അകലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് മിഴി ഉയർത്തുവാൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, പാപിയായ എന്നിൽ കനിവുണ്ടാകണമേ എന്ന്. ഉപമ വിശദീകരിച്ച ശേഷം 2 പേരുടെയും പ്രാർത്ഥനകളെക്കുറിച്ചും അതിൻ്റെ ഫലത്തെക്കുറിച്ചും യേശു വിലയിരുത്തൽ നടത്തുന്നു. പാപിയെന്ന് മുദ്രയടിക്കപ്പെട്ട ചുങ്കക്കാരൻ ദൈവമുമ്പാകെ അംഗീകരിക്കപ്പെട്ടവനായി തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. യേശു കൂട്ടിച്ചേർത്തു: സ്വയം ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, സ്വയം താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും എന്ന്. ക്രൈസ്തവ ദർശനം മാത്രമല്ല, ധർമ്മമീമാംസകളെല്ലാം തന്നെ വിനയത്തിന് പരമപ്രാധാന്യം നൽകുന്നു. സർവാതിരിക്തനായ ദൈവം വിനീതരിൽ വിനീതനായി മനുഷ്യാവതാരം ചെയ്യുന്നു. ശൂന്യവൽക്കരണത്തിൻ്റെ ഉദാത്ത ഭാവമാണ് അവിടെ ദർശിക്കുന്നത്. കുരിശുമരണമാകട്ടെ എളിമയുടെ പരമകോടിയിലെത്തുന്നു. ഇക്കാര്യം ക്രിസ്തു സംഭവത്തിൻ്റെ വലിയ വ്യാഖ്യാതാവായ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്: സ്വയം ശൂന്യമാക്കി ദാസരൂപം സ്വീകരിച്ച് മരണം വരെ, അതേ കുരിശിലെ മരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. യേശുവിൻ്റെ മനസ്സ് നാം ധരിക്കണമെന്ന് അപ്പോസ്തലൻ കൂട്ടിച്ചേർക്കുമ്പോൾ അവിടുന്ന് വിനയത്തിൻ്റെ മുദ്ര നാം അണിയണമെന്ന് അനുശാസിക്കുന്നു. ഇപ്രകാരമുള്ള ഒരു അനുശാസനയാണ് ക്രൈസ്തവ ധർമ്മത്തിൽ ജീവിക്കുവാൻ നമ്മെ എപ്പോഴും പ്രേരിപ്പിക്കുന്നത്. ഹിതോപദേശകർത്താവ് പറയുന്നു: അറിവ് മനുഷ്യന് വിനയവും നൽകുന്നു. വിനയം നിമിത്തൻ ഒരുവൻ ബഹുമാനത്തിന് അർഹനാകുന്നു. അതുവഴി ധനവും, ധനം വഴി സുഹൃതവും, തന്മൂലം സൗഭാഗ്യവും സിദ്ധിക്കുന്നു. വിനയം സകല സത്കർമ്മങ്ങളുടെയും ഉറവിടമാകുന്നു എന്നത്രേ ആവിലായിലെ വിശുദ്ധ ത്രേസ്യ അഭിപ്രായപ്പെടുന്നു. സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ് നിർവചിക്കുന്നു: എല്ലാ സുഹൃതങ്ങളുടെയും മൂലവും മാതാവും അടിസ്ഥാനവും വിനയമാകുന്നു. ജോൺ റസ്കിൻ അഭിപ്രായപ്പെടുന്നത് മഹാനായ ഒരുവന്റെ പ്രഥമ തെളിവ് അയാളുടെ വിനയമാണ്. മഹത്തുക്കൾ സ്വയം മഹാന്മാരാണെന്ന് ചിന്തിക്കുകയില്ല. മഹത്തലം അവരിൽ കൂടി പ്രതിഫലിക്കുവാൻ അവർ ശ്രദ്ധിക്കും. അവർ മറ്റുള്ളവരിൽ നന്മ കാണുന്നവരും ആർദ്രമാനസരും ആയിരിക്കുകയും ചെയ്യും. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.